നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ഇരുട്ടിന്റെ ആത്മാവിൽ നിന്നും പ്രതിഷേധത്തിന്റെ സ്വരം. 6ാം വയസ്സിലും ഇരുട്ടിൽ തപ്പുന്ന കുട്ടനാട് പാക്കേജിന്റെ പുനരുജ്ജീവനത്തിനായി ഏറ്റവും അധികം ഇടപെട്ട KCV ന്യൂസിന്റെ പ്രതിഷേധം. അധികാരത്തിലെത്താൻ കപട വാഗ്ദാനങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങൾ. ഹിറ്റ്ലറെ വെല്ലുന്ന സ്വേച്ഛാധിപതിയും തികഞ്ഞ അഭിനേതാവുമാണ് നരേന്ദ്രമോദിയെന്ന് AA ഷുക്കൂർ. പുളുങ്കുന്നു പമ്പയാറ്റിൽ വീണ്ടും ജലകേളിക്ക് കളിയരങ്ങൊരുങ്ങുന്നു. സെപ്റ്റംബർ 27-ന് 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം നടത്താൻ തീരുമാനം. ചുമടെടുക്കുന്ന കൈകൾ കൊടിയുടെ നിറം നോക്കാതെ ഒറ്റക്കുട കീഴിൽ. ചുമലിലായ ജീവിതഭാരം കുറയ്ക്കാൻ, അനിവാര്യമായ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ സമരം തന്നെ ജീവിതം. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ കുട്ടനാട് കാർഷിക പാക്കേജ് സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മയും അഴിമതിയും കെടുകാര്യസ്ഥതയും അവഗണനയും നിമിത്തം നിർജീവമായിട്ട് 6 വർഷം തികയുന്നു. കുട്ടനാടിന്റെ പാരിസ്ഥിതിക കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിലുള്ള വാഗ്ദാനമായ കുട്ടനാട് പാക്കേജിന് ജൂലൈ 24-ന് 6 വയസ്സ് തികയുന്നു. പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ വിഭാവനം ചെയ്ത പാക്കേജിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി കിട്ടിയത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമായിരുന്നു. പാക്കേജിനായി അനുവദിച്ച 1840 കോടി രൂപയിൽ 382 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചത്. അതിൽ തന്നെ അഴിമതിയും ആസൂത്രണമില്ലായ്മയും പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടവുമായിരുന്നു. 13ാം ധനകാര്യ കമ്മീഷൻ കുട്ടനാടിനു വേണ്ടി പ്രത്യേകം അനുവദിച്ച 300 കോടി രൂപയിൽ 118 കോടി രൂപ മാത്രമാണ് ചിലവഴിക്കാനായത്. വകുപ്പുകളുടെ ഏകീകൃതവും ശാസ്ത്രീയവും മുൻഗണനാക്രമത്തിലുള്ളതുമായ പ്രവർത്തനത്തിലൂടെ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുന്ന പദ്ധതിയായിരുന്നു കുട്ടനാട് പാക്കേജ്. കണ്ണടച്ചിരട്ടാക്കിയവർക്കെതിരെ, കുരുടന്മാരായ ഭരണവർഗത്തിനെതിരെ, കണ്ണടച്ചു പാലുകുടിച്ച കരാറുകാർക്കെതിരെ, കുട്ടനാടിനെ ഇരുട്ടിലാഴ്ത്തിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെതിരെയുള്ള KCV ന്യൂസ് ടീമിന്റെ പ്രതിഷേധമാണ് ഇരുളാണ്ടുപോയ TV സ്ക്രീനിൽ മാന്യപ്രേക്ഷകർ കണ്ടത്. ക്ഷമിക്കുക, ഇരുളിന്റെ ആഴത്തിൽ നിന്ന് കുട്ടനാട് പാക്കേജിന് ഒരു പുതുജീവൻ സ്വപ്നം കണ്ടുകൊണ്ട്. ന്യൂസ് ഡെസ്ക് KCV. ഹിറ്റ്ലറെ വെല്ലുന്ന സ്വേച്ഛാധിപതിയാണ് നരേന്ദ്രമോദിയെന്ന് മുൻ MLA AA ഷുക്കൂർ. അധികാരത്തിലെത്തുന്നതിന് മുമ്പ് സാധാരണ ജനങ്ങളോട് ഒട്ടനവധി കപട വാഗ്ദാനങ്ങൾ നൽകിയ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 60 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ താനൊരു മികച്ച അഭിനേതാവാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമായിരിക്കുകയാണെന്നും ഷുക്കൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി കമ്മിറ്റി സംഘടിപ്പിച്ച പുളുങ്ങുന്നു പോസ്റ്റ് ഓഫീസ് ധാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയമായി തകർക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതുവഴി നമ്മുടെ രാജ്യത്തെ മുതലാളിത്ത വ്യവസ്ഥയെ കൊണ്ടുവരാനും അതിന് ശക്തിയായി നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റുമാരെ സഹായിക്കാനും ഇന്ന് അധികാരത്തിലേറിയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യസന്ധമായ ഒരു ചിത്രം. രാജ്യം ഭരിക്കാൻ വേണ്ടി അധികാരത്തിലേക്ക് വന്ന നരേന്ദ്രമോദി നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയ അഭിനേതാവാണ് എന്ന് തെളിഞ്ഞ ഒരു ഘട്ടം. ഏത് അഭിനയവും തനിക്ക് യോജിച്ചതാണ് എന്ന് പറയാൻ കഴിയത്തക്കവണ്ണം തന്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തിലൂടെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യ ഭരണാധികാരത്തിലേക്ക് കടന്നുവന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ വഞ്ചിക്കാൻ എടുത്ത ആദ്യത്തെ നടപടി ആ പടവുകളിലേക്ക്, അധികാരത്തിന്റെ പടവുകളിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ തല കുമ്പിട്ടുകൊണ്ട് നമസ്കരിച്ച് മുന്നോട്ട് കയറുന്ന നരേന്ദ്രമോദി ആയിരുന്നില്ല അധികാര കസേരയിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുന്ന നരേന്ദ്രമോദി എന്നുള്ളത് നമുക്ക് മറന്നുകൂടാ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അട്ടിമറിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് മോഡി സർക്കാർ പിന്തിരിയണമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു. പുളുങ്ങുന്ന റോഡ് മുക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം DCC വൈസ് പ്രസിഡന്റ് MN ചന്ദ്രപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് അസംബ്ലി പ്രസിഡന്റ് ബൻസൺ ജോസഫ് അധ്യക്ഷനായി. മാവേലിക്കര പാർലമെന്റ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. അലക്സ് മാത്യു, K ഗോപകുമാർ, അച്ഛൻകുഞ്ഞ് അമ്മനാപ്പള്ളി, അർജുനൻ തച്ചാര, അമ്പിളി ജോസ്, ജോസഫ് ചേക്കോടൻ, PS തോമസ്, ഷംസുദൻ, നോബിൾ, P ജോൺ, പ്രമോദ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 27-ന് 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി മത്സര വള്ളംകളി നടത്താൻ തീരുമാനമായി.
ബോട്ട് റേസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിലാണ് തീരുമാനം. എല്ലാ വിവാദങ്ങൾക്കും വിട നൽകി ജലോത്സവ പ്രേമികൾ എല്ലാവരും വള്ളംകളിയുടെ വിജയത്തിനായി മുന്നോട്ട് വരണമെന്ന് ക്ലബ്ബ് രക്ഷാധികാരി അലക്സ് മാത്യു പറഞ്ഞു. 21ാമത് നെഹ്റു ട്രോഫി ജലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അലക്സ് മാത്യു. എല്ലാവരും ഒരു മനസ്സോടെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കണം, നല്ല നിലയിൽ നടക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ആഗ്രഹമാണ് ഏറ്റവും വലുതെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഒരു തടസ്സമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യോഗത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നടക്കാതെ പോയ, അതിന്റെ മുൻപിലത്തെ വർഷം തർക്കങ്ങളുണ്ടായി, നടന്നില്ല എന്ന് പറയാവുന്ന, അതിനു മുൻപുള്ള വർഷങ്ങളിൽ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ 1-2 പ്രാവശ്യം മുടങ്ങിപ്പോവുകയും ഒക്കെ ബാക്കിയുള്ള വർഷങ്ങളിൽ ഗംഭീരമായി നടക്കുകയും ചെയ്ത രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി എന്നേക്കുമായി ഈ പുളുങ്ങുന്ന ആറിൽ മുങ്ങിത്താഴരുത് എന്ന ആഗ്രഹമുള്ള എല്ലാവരും അത് മനസ്സിൽ കാണുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ശുഭാപ്തി വിശ്വാസമാണ് നൽകുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം അനുസ്യൂതം നടന്നു പോകുന്നതോടൊപ്പം ഇന്ത്യയിലെ ജല കായിക വിനോദ തലസ്ഥാനമായി കുട്ടനാടിനെ പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം സർക്കാരുകളിൽ ചെലുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. ഇത് സാധ്യമാകുന്നതോടെ കുട്ടനാടിന്റെ മുഖച്ഛായ തന്നെ മാറും. പുതിയ തലമുറയ്ക്കായി സ്പോർട്സ് അക്കാദമി കുട്ടനാടിൽ സ്ഥാപിതമാകും. അതോടെ കുട്ടികളെയും യുവാക്കളെയും നീന്തലിലേക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ തുഴച്ചിൽ ഇനങ്ങൾ മനസ്സിലാക്കുവാനും പരിശീലിപ്പിക്കുവാനുമുള്ള സാഹചര്യമുണ്ടാകുമെന്നും ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ ബോസ് പറഞ്ഞു. തങ്കച്ചൻ കാനാച്ചേരി, MR സജീവ്, ജോസഫ് കുഞ്ഞ്, PK വിജയൻ, രാജേഷ് മങ്ങാട്ട്, ബിജു മണാത്ത്, കെ മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളികൾ ചങ്ങനാശ്ശേരി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും തൊഴിലാളികളെല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുത്താൽ ഈ രാജ്യം പൊന്തിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സമരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാനും അതിനുവേണ്ടിയിട്ടുള്ള നടപടികളെടുക്കാനും ഗവൺമെന്റ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണെങ്കിലും കേരളത്തിലെമ്പാടും 10,000-കണക്കിന് ചുമട്ടുതൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഇന്ന് ഓഫീസിലേക്ക് മാറ്റി നിർമ്മിക്കുകയാണ്. CITU ഏരിയ സെക്രട്ടറി TS നെസ്റ്റാർ അധ്യക്ഷത വഹിച്ചു. BMS നേതാവ് B ബാബു, AITUC നേതാവ് ആഷിഖ് മണിയാങ്കുളം, STU മണ്ഡല പ്രസിഡന്റ് അബ്ദുൾ അസീസ്, R സതീശൻ, സിബി തുടങ്ങിയവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ ആനുകൂല്യം യഥാസമയം നൽകുക, ക്ഷേമനിധി ബോർഡിന്റെ അഡ്വക്കേറ്റിനെ മാറ്റുക, ജില്ലാ ബോർഡ് യോഗം എല്ലാ മാസവും ചേരുക, 3 മാസത്തിലൊരിക്കൽ തൊഴിലാളികളുടെ യോഗം വിളിക്കുക, ബോർഡിന്റെ ചെയർമാൻ, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന DLO, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ എന്നിവരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ചുമട്ടുതൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ബോർഡിന്റെയും ജില്ലാ ഓഫീസിന്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിലും തുടർന്നുള്ള ധർണയിലും നിരവധി തൊഴിലാളികളാണ് പങ്കെടുത്തത്. അമ്പലപ്പുഴ MLA G സുധാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മള് ഇരിക്കുമ്പോൾ എല്ലാ വർഷവും ചുരുങ്ങിയത് വർഷത്തിൽ 3 തവണയും കൊടുക്കും. ഓണം, വിഷു, ക്രിസ്മസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ ഒരിക്കലാണ് കഷ്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ കുടിശ്ശിക. അപ്പൊ തീർച്ചയായിട്ടും മറ്റാനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. എല്ലാ തൊഴിലാളികളുടെ ഇത് തന്നെയാണ്. UDA ഗവൺമെന്റ് വരുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോൾ 2006 VS ഗവൺമെന്റ് വരുമ്പോൾ കയർത്തൊഴിലാളി ക്ഷേമനിധി എനിക്കറിയാം 28 മാസത്തെ കയർത്തൊഴിലാളി പെൻഷൻ അതിന് കുറിച്ച്. അത് 60 മാസം മരിച്ചുള്ളൂ. 28 മാസവും പെൻഷൻ കൊടുത്തില്ല. അതെല്ലാം കുടിശ്ശിക നമ്മൾ കൊടുത്തിട്ടാണ് കൃത്യമായി പിന്നെ കൊടുത്തു തുടങ്ങിയത്. അപ്പൊ എല്ലാ ക്ഷേമനിധിയുടെ സ്ഥിതി അന്ന് അങ്ങനെയായിരുന്നു. ഞാൻ കയറിന്റെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഉദാഹരണം. ഇപ്പോൾ 10-15 മാസമൊക്കെ കുടിശ്ശികയാവുന്നു. പക്ഷെ ഇനി 2 വർഷമുണ്ട്. മിക്കവാറും അത് അവസാനിക്കുമ്പോൾ പഴയ 30 ആയിരിക്കും. TP നരേന്ദ്രൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി K പ്രസാദ്, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, N സുരേന്ദ്രൻ, NB സ്നേഹജൻ തുടങ്ങിയവർ സംസാരിച്ചു.
എടത്വ പഞ്ചായത്തിൽ വിജിലൻസ് റെയ്ഡ് നടന്നെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ എടത്വ പഞ്ചായത്തിൽ റെയ്ഡ് നടന്നെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും തകഴി പഞ്ചായത്തിലാണ് റെയ്ഡ് നടന്നതെന്നും എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു പറഞ്ഞു. മനോരമ പത്രത്തിൽ എടത്വ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത്തരം ഒരു സംഭവം ഈ ഓഫീസിൽ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എടത്വ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളിലും മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു മോശമായി ആളുകൾ വരുന്ന ആളുകളോട് മോശമായി പെരുമാറുന്നു, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ല, അപേക്ഷകൾ മേൽ തീർപ്പ് കൽപ്പിക്കുന്നില്ല എന്നുള്ള പരാതിയെ തുടർന്നാണ് വിജിലൻസിൻ്റെ റെയ്ഡ് ഈ ഓഫീസ് നടത്തിയിട്ടുള്ളതാണ് പത്രവാർത്ത. ഇവിടെ വരുന്ന ഓഫീസുകൾ വരുന്നിട്ടുള്ള ആളുകളോട് വളരെ മാന്യമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അടക്കം പെരുമാറുകയും അവരുടെ കാര്യങ്ങൾക്ക് അവർ വരുന്ന സർട്ടിഫിക്കറ്റുകൾ വളരെ കൃത്യമായി കൊടുക്കുകയും ചെയ്തൊരു ഓഫീസാണ് എടത്വ ഗ്രാമപഞ്ചായത്ത്. അല്ലാതെ ഭരണസമിതി ഒറ്റക്കെട്ടായി ഇവിടെ 15 മെമ്പർമാരും വ്യത്യസ്ത രാഷ്ട്രീയ അഭിരുചിയുള്ളവരാണ്. പക്ഷെ ആ രാഷ്ട്രീയ അതിപ്രസരങ്ങൾക്കൊന്നും ഈ പഞ്ചായത്ത് ഭരണവുമായി യാതൊരു ബന്ധവുമില്ല. മുഴുവൻ ആളുകളും കൂട്ടായി നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ പങ്കാളികളായിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായും ഇത്തരം ഒരു വാർത്ത ഞങ്ങളുടെ 15 ആളുകളുടെ മനസ്സിനെ ഒരുപോലെ മുറിവുണ്ടാക്കിയിരിക്കുകയാണ്. ഇത്തരൊരു വിജിലൻസ് റെയ്ഡും നടന്നിട്ടില്ല, അങ്ങനെ ഒരു ആക്ഷേപവും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് 15 ആളുകൾക്കും ഇല്ല, ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ഇല്ല. അപ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ഭരണസമിതി അംഗങ്ങൾ 15 ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം വാർത്തകൾ മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കണം. അതിനുമേൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഭാരതീയ മസ്ദൂർ സംഘം BMS ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BMS സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരചതുരത്തിൽ നടന്ന പരിപാടി BMS സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് NB ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ തൊഴിലാളികൾ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഈ പിറന്നാൾ ദിനം ആഘോഷിക്കുന്നത്. വെങ്കിടിജി അദ്ദേഹമാണ് BMS അതിന് രൂപം നൽകിയത് എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഇത്രയും വർഷത്തിനിടയിൽ BMSന്റെ വളർച്ച അതിന്റെ തുടക്കകാലത്ത് യാതൊന്നുമില്ലായിരുന്നു. BMSന് അംഗസംഖ്യയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഈശ്വരൻ മാത്രം ഒരംഗം എന്ന നിലയിൽ തുടങ്ങി വെച്ച BMS പടിപടിയായിട്ട് കടന്നു വന്ന് ഓരോ സർക്കാരിന്റെ കണക്കനുസരിച്ചും INTUC പിന്തള്ളി 2ാം സ്ഥാനത്ത്. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സ്മിത ശ്യാം അധ്യക്ഷയായി. ഗോപകുമാർ, VK ശിവദാസ്, ശ്രീകുമാർ തത്തമ്പള്ളി, അനിയൻ സ്വാമിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എടത്വ തരങ്കിണി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുട്ടി ഉദ്ഘാടനം ചെയ്തു. 25 വർഷം പിന്നിടുമ്പോൾ 1980 വരുന്ന കാലഘട്ടത്തിൽ അംഗസംഖ്യയിൽ 2ാം സ്ഥാനത്ത് വന്നുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയതയെ ഊന്നിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ലോക ജനതയെ ഞെട്ടിക്കത്തക്ക രീതിയിൽ അത്ഭുതപൂർവമായ വളർച്ച കൈവരിക്കുവാൻ കഴിയും. മേഖലാ സെക്രട്ടറി ബിനുകുമാർ അധ്യക്ഷനായിരുന്നു. സന്തോഷ്, വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് തല വ്യവസായ സെമിനാർ സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 10-ന് വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പുറക്കാട് ഗവൺമെന്റ് ITIയിൽ 2014 പ്രവേശനത്തിനുള്ള ചാൻസ് ഇന്റർവ്യൂ ജൂലൈ 25 രാവിലെ 10 നടക്കും. അറിയിപ്പ് ലഭിച്ചവർ അഡ്മിഷൻ ഫീസും നിശ്ചിത യോഗ്യത, വയസ്സ്, NCC ഉൾപ്പെടെയുള്ള മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും, പട്ടികജാതി പട്ടികവർഗ OEC വിദ്യാർത്ഥികൾ ജാതി തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സഹിതം രക്ഷിതാവിനോടൊപ്പം ITIയിൽ ഹാജരാകണം. പ്രവേശനം ഉറപ്പായതിനു ശേഷം മാത്രം TC കൊണ്ടുവന്നാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477 2298 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്തുള്ള പൂന്തോട്ടവും പ്രധാന കവാടത്തിൽ നിന്നുള്ള പാതയുടെ വശങ്ങളിലെ ചെടികളും പരിപാലിക്കാൻ താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. 1 വർഷത്തേക്ക് പ്രസ്തുത ജോലി ഏറ്റെടുക്കുന്നതിനുള്ള തുക കൊട്ടേഷനിൽ കാണിക്കണം. ജൂലൈ 30 രാവിലെ 11 വരെ 50 രൂപ വിലയ്ക്ക് ആശുപത്രി വികസന ഓഫീസിൽ നിന്നും കൊട്ടേഷൻ ഫോറം ലഭിക്കും. 31 പകൽ 3 വരെ സ്വീകരിക്കും. 3:30 തുറക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് ലഭിക്കും. എടത്വ പള്ളിക്ക് സമീപം പമ്പയാറ്റിൽ ഫിഷറീസ് വകുപ്പിന്റെയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ആറ്റിൽ നിക്ഷേപിച്ചത്. കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ഇനങ്ങളിൽ പെടുന്ന 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നദിയിൽ നിക്ഷേപിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടനാട്ടിലെ ജനതകൾ, പ്രത്യേകിച്ച് മത്സ്യ കർഷകർ ഇന്ന് വളരെയധികം ആശങ്കയിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പമ്പ അച്ചൻകോവിൽ ബൈപ്പാർ നദീ സംയോജനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, കുട്ടനാടിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥയെയും അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയെയും തകരാറിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ആവാസ വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ഈ ഒരു മത്സ്യസമ്പത്ത് നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നിപ്പോൾ കുട്ടനാട്ടിൽ കൂടെ കുട്ടനാടിനെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പമ്പാ നദി പോലും ഇതിന്റെ ഒഴുക്ക് നിലച്ചു പോകും. അതോടുകൂടി ഈ ഇവിടുത്തെ കാർഷിക മേഖല പൂർണ്ണമായി തകരാറിലാകും. ഇവിടുത്തെ മത്സ്യസമ്പത്ത്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മത്സ്യസമ്പത്ത് അതുകൂടി നമുക്ക് അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷത വഹിച്ചു. ബിനു ഐസക് രാജു, ജിൻസി ജോളി, തങ്കച്ചൻ അമ്പിയായം തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് എടത്വ മണ്ഡലം പ്രസിഡന്റ് വിജു പരമത്ത് ആരോപിച്ചു. അത് എത്ര കുഞ്ഞുങ്ങളെ വിട്ടുവെന്നോ, എന്തുമാത്രം കുഞ്ഞുങ്ങളെ വിട്ടുവെന്നോ, ഏതു തരം മത്സ്യക്കുഞ്ഞുങ്ങളെ വിട്ടു എന്നോ പറയുന്നില്ല. പക്ഷേ കർഷകർ പറയുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിടുന്നത് മുഴുവൻ ഇപ്പം തോട് നിറച്ച് തൂളിക്കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ കർഷകർ പറയുന്നു കട്ടള, ഗ്രാസ് പാർപ്പ്, അതുപോലെ തന്നെ 4 ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിടുന്നത്. പക്ഷേ കട്ടള എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങൾ അവർക്ക് വളർന്നു വരുന്നത് കിട്ടുന്നില്ല. കൂടുതലും തൂളിയാണ് കിട്ടുന്നതാണ് കർഷകർ പറയുന്നത്. ഇത് എത്ര വിട്ടു എന്ന് ഒരു കണക്കില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടനാട് പാക്കേജിൽ മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ ഈ നമ്മുടെ ജലാശയത്തിലുള്ള ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വിടുന്നത് സ്ഥിരമായ ഒരു
നടപടിയായി അത് ഇപ്പം 3-4 പ്രാവശ്യം കൊണ്ട് ഈ ആറ്റിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുട്ടനാട് പാക്കേജിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കാതെ മത്സ്യക്കുഞ്ഞുങ്ങളെ വിടുന്ന അത് സ്ഥിരമായി നടക്കുന്നത് അതിന് പ്രധാന കാരണം അതിനകത്ത് അഴിമതി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. കാരണം 1 രൂപ വിലയുള്ള കുഞ്ഞുങ്ങളാണ്. എത്ര കുഞ്ഞുങ്ങളാണ് ഇന്ന് 2 ലക്ഷം കുഞ്ഞുങ്ങളെ വിട്ടു എന്നാണ് ഫിഷറീസുകാർ അവകാശപ്പെടുന്നത്. പക്ഷേ എത്ര കുഞ്ഞുങ്ങളെ വിട്ടു എന്നോ അതിന് വ്യക്തമായ ഒരു 10-30 പാക്കറ്റ് കൂട് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടു എന്നുള്ളതല്ലാതെ എത്ര കുഞ്ഞുങ്ങളെ വിട്ടു എന്നൊരു സ്ഥിരമായി കണക്ക് പറയാൻ പറ്റുന്നില്ല. തലവടി പഞ്ചായത്തിലെ 10-12 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാരേത്തോട്ടിലെ പോള നാട്ടുകാർ വാരി വൃത്തിയാക്കി. കാലവർഷം എത്തിയതോടെ പകർച്ചവ്യാധികൾ തടയുന്നതിന് മുന്നോടിയായിട്ടാണ് നാട്ടുകാർ തോട് വൃത്തിയാക്കിയത്. പോള തിങ്ങി നിറഞ്ഞതിനെ തുടർന്ന് മാസങ്ങളായി തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ജോജി എബ്രഹാം, VK ശശീന്ദ്രൻ, വൃന്ദ ഈശ്വരപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. പോള കയറി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതിൽ പോളക്കൂടെ കയറി അക്കരയ്ക്ക് പോകാൻ പരുവത്തിൽ വരെ അത്രയ്ക്ക് തിക്നെസ്സായിട്ട് പോളകൾ കിടക്കുകയാണ്. നേരത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പോള വരാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ പോള വരാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. ഈ പോളകൾക്കകത്തെല്ലാം കൊതുകിൻ്റെയും എലിയുടെയൊക്കെ ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അടിയന്തരമായി പോള വാരി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടത്തണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇത് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും തുണി കഴുകുന്നതും ഈ തോടുകളിലാണ്. അതിന് വേണ്ടി അവർ പ്രദേശ് അയൽക്കൂട്ടവും സ്നേഹാദര കുടുംബശ്രീ അയൽക്കൂട്ടവും സംയുക്തമായിട്ട് സേവന പ്രവൃത്തിയിലൂടെ ഈ തോട് തെളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സേവന പ്രവൃത്തിയിലൂടെ തോട് തെളിക്കുന്നവരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള ഈ നാട്ടുകാരുടെ പേരിലും അവരെ ഊഷ്മളമായി അഭിനന്ദിക്കുകയാണ്. ഇതുകണക്കുള്ള പ്രവർത്തനത്തിൽ കൂടെ മുന്നിട്ടിറങ്ങി നമുക്ക് മഴക്കാലപൂർവ്വ രോഗങ്ങളിൽ നിന്നൊക്കെ ശമനം കിട്ടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. വിദ്യാർത്ഥികളും യുവാക്കളും മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നത് തടയാൻ പൊതുജനത്തിന്റെ സഹായം ആവശ്യമാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അജിത് കുമാർ പറഞ്ഞു. കളക്ടറേറ്റിൽ ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് പരിപാടിയുടെ ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാതല ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വരുന്നതായും ജില്ലാതല പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ജന്മദിനാഘോഷങ്ങൾ നടന്നു. ഇതോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ ശാഖയിൽ നടന്ന സമ്മേളനം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മൂലയിൽ ഉദ്ഘാടനം ചെയ്തു. 96 വർഷം ഈ കമ്പനി ഇതേ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം ഒത്തിരി ആൾക്കാർ, ഞാൻ പറയല്ലോ ഒത്തിരി ഉദ്യോഗസ്ഥ വൃത്തങ്ങള്, അതുപോലെ തന്നെ മാനേജർ പറഞ്ഞതുപോലെ ഒത്തിരി ഏജന്റുമാരെ, അങ്ങനെ ഇതോട് സഹകരിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ പ്രയത്നമാണ് ഈ നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പറ്റിയത്. ഇനിയും നാലുകളിലും ഒരു ഉയരങ്ങളിലോട്ട് ഉയരട്ടെ. നമുക്കൊരു 4 വർഷത്തോടെ കഴിയുമ്പോൾ ഗംഭീരമായ ഒരു പരിപാടി ഇവിടെ 100ാം വാർഷികം ആചരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് മാനേജർ രഞ്ജിത് കുമാർ അധ്യക്ഷനായി. വിനു ജോസഫ്, സ്കറിയ ജോസ് കാട്ടൂർ, അഡ്വക്കേറ്റ് ടോമി കണയംപ്ലാക്കൽ, KV ഹരികുമാർ, MM ജെയിംസ് എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക ജനസംഖ്യാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10:30 പത്തനംതിട്ട കോഓപ്പറേറ്റീവ് കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പഴകുളം മധു മുഖ്യപ്രഭാഷണം നടത്തും. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള പന്തളം ചേരിക്കൽ ITIയിൽ NCVT അംഗീകാരമുള്ള പ്ലംബർ ട്രേഡിൽ പ്രവേശനത്തിന് ഈ മാസം 25 രാവിലെ 10 ഇന്റർവ്യൂ നടത്തും. അർഹരായവർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രക്ഷകർത്താവിനൊപ്പം ഹാജരാകണം. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൽ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസാബ് കോഴ്സിന്റെ ഫൗണ്ടേഷൻ മൊഡ്യൂൾ പഠിപ്പിക്കുന്നതിനാണ് പരിശീലകരെ തെരഞ്ഞെടുക്കുന്നത്. ബിരുദവും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവും IT പരിജ്ഞാനവും ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് INTC നേതൃത്വത്തിൽ ആലപ്പുഴ ക്ഷേമനിധി റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ വള്ളം വാങ്ങുന്നതിന്റെ പേരിൽ ക്ഷേമനിധി വിഹിതം എടുക്കുവാനുള്ള തീരുമാനം പിൻവലിക്കുക, അടിയന്തരമായി നഷ്ടപരിഹാര തുക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കളക്ടറേറ്റിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പല ആനുകൂല്യങ്ങളും
വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാലമായ നിരാഹാരം അനുഷ്ഠിക്കുകയും അതനുസരിച്ച് പല ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കുകയുണ്ടായി. എങ്കിൽ പോലും അത് ഫലവത്താകാൻ കഴിഞ്ഞില്ല. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംഘടന കോൺഗ്രസിന്റെ കീഴിൽ ഉണ്ടെങ്കിൽ പോലും അവര് അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന അത് അവഗണിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ മന്ത്രി ശ്രീ MP ഗംഗാധരന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് INTUC-യിൽ പ്രവർത്തിക്കുന്നത്. ഈ സംഘടന പ്രവർത്തിക്കരുതെന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും അധികാരം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഞങ്ങളുടെ പരിപാടികളിൽ സംസ്ഥാന സമ്മേളനമായാലും ജില്ലാ സമ്മേളനമായ ജില്ലാ പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായി, S വേണു, N ഗോപി, ലീലാമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമ വാർത്തകൾ. ചെറുകര കൊച്ചുപൂവത്തിശ്ശേരി K ഗോപി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുട്ടിന്റെ ആത്മാവിൽ നിന്നും പ്രതിഷേധത്തിന്റെ സ്വരം. 6ാം വയസ്സിലും ഇരുട്ടിൽ തപ്പുന്ന കുട്ടനാട് പാക്കേജിന്റെ പുനരുജ്ജീവനത്തിനായി ഏറ്റവും അധികം ഇടപെട്ട KCV ന്യൂസിന്റെ പ്രതിഷേധം. അധികാരത്തിലെത്താൻ കപട വാഗ്ദാനങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങൾ. ഹിറ്റ്ലറെ വെല്ലുന്ന സ്വേച്ഛാധിപതിയും തികഞ്ഞ അഭിനേതാവുമാണ് നരേന്ദ്രമോദിയെന്ന് AA ഷുക്കൂർ. പുടുമുന്ന് പമ്പയാറ്റിൽ വീണ്ടും ജലകേളിക്ക് കളിയരങ്ങൊരുങ്ങുന്നു. സെപ്റ്റംബർ 27-ന് 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം നടത്താൻ തീരുമാനം. ചുമടെടുക്കുന്ന കൈകൾ കൊടിയുടെ നിറം നോക്കാതെ ഒറ്റക്കുട കീഴിൽ. ചുമലിലായ ജീവിതഭാരം കുറയ്ക്കാൻ, അനിവാര്യമായ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ സമരം തന്നെ ജീവിതം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.